ഹലോ നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്ക് ASLB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്നത് കണ്ടിട്ടുണ്ടാവും. കുറേയൊക്കെ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്യാൻ ഇപ്പോഴും മടിച്ചിരിക്കുന്ന ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് തന്നെ അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു ഗ്ലാമർ പോസ്റ്റാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. അതായത് ഒരു ഡിഗ്രി യോഗ്യത ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം കാണാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ്. നിങ്ങൾക്കറിയാം SBCID ഒക്കെ വന്ന സമയമാണ്. സോ എല്ലാം കൂടി ഒന്നിച്ചൊരു പ്രിലിംസ് ആയിരിക്കാം നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഡിഗ്രി യോഗ്യതയുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രിലിംസും ഉണ്ടായിരിക്കും, മെയിൻസും ഉണ്ടായിരിക്കും അല്ലേ. എല്ലാ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകൾക്ക് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഒരു പ്രിലിംസും ഒരു മെയിൻസും ഉണ്ടായിരിക്കും. സോ ഈ പ്രിലിമിനറി എക്സാമും മെയിൻസ് എക്സാമും നമുക്കറിയാം, കഴിഞ്ഞ പരീക്ഷകളുടെയൊക്കെ പ്രിലിംസിൻ്റെയൊക്കെ കട്ട് ഓഫ് നോക്കുകയാണ് എങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു 55-56 മാർക്കിൽ കൂടുതൽ നിങ്ങൾ ക്വാളിഫൈ ആകുവാണെങ്കിൽ, നേടുവാണെങ്കിൽ നമുക്ക് പ്രിലിംസ് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ആക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി വേണം. സോ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മെയിൻസിനും കൂടെ ഉള്ള പ്രിപ്പറേഷൻ ആയാൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. സോ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഫസ്റ്റ് കടമ്പയാണ്. ആ കടമ്പയാണ് നമ്മൾ ആദ്യം കടക്കേണ്ടത്. അപ്പോൾ പ്രിലിമിനറിയുടെ സിലബസ് നമുക്ക് നോക്കാം. നമുക്കറിയാം, പ്രിലിമിനറിക്ക് ഹിസ്റ്ററി ഒരു 10 മാർക്ക്, അതുപോലെ തന്നെ ജോഗ്രഫി ഒരു 5 മാർക്ക്. ഹിസ്റ്ററി ഒരു 10 മാർക്ക്, ജോഗ്രഫി ഒരു 5 മാർക്ക്. ടോട്ടലി പറയുവാണെങ്കിൽ ജിക്ക് ഒരു 50 മാർക്കോളം വരുന്നുണ്ട്. അതിൽ ഹിസ്റ്ററിയാണ് 10 മാർക്ക് വരുന്നത്, ജോഗ്രഫി ഒരു 5 മാർക്ക്, എക്കണോമിക്സ് ഒരു 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായി ഒരു +2 ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ +2 വരെയുള്ള പാഠപുസ്തകങ്ങൾ കൃത്യമായി നമ്മൾ പഠിച്ചു മാറിയിരിക്കണം. കൃത്യമായി നമ്മൾ കണ്ടന്റ് ഈ പറയുന്ന സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വേൾഡ് ജോഗ്രഫിയും വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയും പഠിക്കുന്ന സമയത്ത്, ഇനി ജോഗ്രഫിയിലേക്ക് വരുവാണെങ്കിൽ വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയൊക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തും കൂടെ പഠിച്ചു പോവുക, +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ. ക്ലിയർ ആണല്ലോ. സോ എക്കണോമിക്സ് ആണ് അടുത്തത്. എക്കണോമിക്സും 5 മാർക്കാണ്. എക്കണോമിക്സ് കൃത്യമായി പഠിച്ചു പോവുക. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ, അതായത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെ നിന്നൊക്കെ കറണ്ട് അഫെയർ റിലേറ്റഡ് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ബഡ്ജറ്റ്, അതുപോലെ തന്നെ പുതിയ നിയമനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾ, ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലുണ്ടായ കറണ്ട് അഫെയർസും കൂടെ നിങ്ങൾ കൃത്യമായി നോക്കി പഠിച്ചു പോകണം. സിവിക്സ് 5 മാർക്കിന് സിവിക്സ് ഉണ്ട്. അപ്പോൾ സിവിക്സിൽ നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഉദ്യോഗസ്ഥ വൃത്തങ്ങളെ പറ്റിയും ട്രിബ്യൂണലേഴ്സിനെ പറ്റിയും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും ഉണ്ടായിട്ടുള്ള വിവിധ കമ്മീഷനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ അവിടെയും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കറണ്ട് അഫെയർ ആയിട്ടുള്ള മാറ്റങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല മാർക്കുകൾ അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് 5 മാർക്കിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കണം അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം, അതിനുണ്ടായ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ, പ്രധാനപ്പെട്ട ഭേദഗതികൾ, ആ ഭേദഗതികളിലൂടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ ഭേദഗതിയുടെ സവിശേഷതകൾ, അത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, ഒരു ഡിഗ്രി പ്രിലിം പരീക്ഷ എന്ന് പറയുമ്പോൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും കാണാതെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ പ്രസ്താവന രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉത്തര മഹാസമതലത്തെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ, ഇന്ത്യയുടെ കാലാവസ്ഥയെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസിൽ കണ്ടതാണ്, ജോഗ്രഫിയിലൊക്കെ. അപ്പം നമ്മൾ ചിലപ്പോൾ കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളത് കൃത്യമായി പാഠപുസ്തകങ്ങളും കൂടെ മനസ്സിലാക്കി പോകാതെ ഈ പറയുന്ന പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ എഴുതാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൊച്ചു ക്ലാസ്സിലെ പുസ്തകങ്ങൾ, 8, 9, 10 ക്ലാസ്സിലെ പുസ്തകങ്ങളോടൊപ്പം തന്നെ +1ലും +2ലെ പുസ്തകങ്ങളും പറയുന്നുണ്ട്. +1ലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിലെ പുസ്തകത്തിൽ കൃത്യമായിട്ടും അതിലൊരു പാട്ടെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ സെക്കൻഡ് ഇയർ വരുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് പഠിക്കാനുള്ളത്. കൃത്യമായി നിങ്ങളവിടെ ആ കാര്യങ്ങൾ പഠിച്ചു പോകണം.
അതിൽ തന്നെ UNA പറ്റിയൊക്കെ പറയുന്നുണ്ട് +2 പുസ്തകത്തിൽ. സോ ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് കൃത്യമായ ആ ഒരു ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം. കൃത്യമായി നിങ്ങൾ ഒരു 9, 10, +1, +2 പുസ്തകങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് മസ്റ്റായിട്ടും NCERT പുസ്തകങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചു പോകണം. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് 10 മാർക്കാണ്. നിങ്ങൾ നോക്കി ആ ഹിസ്റ്ററി കഴിഞ്ഞ ശേഷം ഇത്രയും വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക്ക് അത് ആർട്സ്, കൾച്ചറൽ, ലിറ്ററേച്ചർ, സ്പോർട്സ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് പല സാഹിത്യ രചനകളെ പറ്റി പഠിക്കണം, വിവിധങ്ങളായിട്ടുള്ള സ്പോർട്സ് ഐറ്റത്തെ പറ്റി പഠിക്കണം. ഈ സ്പോർട്സ് ഐറ്റങ്ങളിൽ വന്നിട്ടുള്ള കളിക്കാരുടെ എണ്ണത്തെ പറ്റി പഠിക്കണം. ഈ കളിക്കാരുടെ എണ്ണത്തെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇവിടെ പുതുതായിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും കായിക ഇനത്തിൽ കായിക ഇനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മത്സരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിലെ വിജയി ആരാണെന്ന് പഠിക്കണം, ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ ആർട്സ്, ലിറ്ററേച്ചർ, ആർട്സുമായി ബന്ധപ്പെട്ട് ഇപ്പം ദേശീയ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ച സമയമാണ്, അല്ലേ? ഈ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ച സമയമായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. പിന്നെ കൾച്ചർ, കഴിഞ്ഞ ASMന്റെ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. കഴിഞ്ഞ സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഈ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. 10 മാർക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആയിരിക്കും ഇവിടെ കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഒരു 5 മാർക്കിന്, നവമാധ്യമങ്ങളെ പറ്റി പഠിക്കണം, കമ്പ്യൂട്ടറിൻ്റെ ഷോർട്ട് കീസിനെ പറ്റി പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം, ബേസിക് കമ്പ്യൂട്ടറിൽ പഠിച്ചിരിക്കും. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾ പഠിക്കേണ്ട, കൃത്യമായി അവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യം പുതുതായി ബന്ധപ്പെട്ട ISROയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും ഇൻ്റർനാഷണൽ സബ്മിറ്റുകൾ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഈ സയൻസ് ആൻഡ് ടെക്നോളജി നോക്കിക്കൊണ്ട് പോകണം. 5 മാർക്കോളമാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അവിടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒക്കെ, ബയോഡൈവേഴ്സിറ്റി എല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. എന്നാലേ 5 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഏറ്റവും അധികം സ്കോർ വരുന്നത് സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 20 മാർക്കാണ്. മക്കളെ, ഈ 20 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കണം. നിങ്ങൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ പിടിച്ചു മാറ്റി വെക്കേണ്ടത് ഈ മാത്സിനുള്ള 20 മാർക്കാണ്, ഇല്ലേ? അതിൽ കൃത്യമായ ദിവസവും 1 മണിക്കൂർ ഈ കണക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി, റീസണിങ്. അപ്പം കഴിഞ്ഞ പരീക്ഷകൾക്കില്ല, കഴിഞ്ഞ ഇത്രയും നാൾ നടന്ന ഡിഗ്രി പ്രിലിംസ്, മെയിൻസ് പരീക്ഷകളിലെ എല്ലാം ഗണിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മെൻ്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഒരു ദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും വേണം. സോ ഇനി അടുത്ത് ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിനാണ്. അതറിയാം, വൊക്കാബുലറി സെഷനും ഉണ്ട്, പിന്നെന്തുണ്ട്, ഗ്രാമർ സെഷനും ഉണ്ട്. അപ്പം അവിടെ 10-10 എന്നുള്ള രീതിയിലായിരിക്കും മാർക്ക് സ്പ്ലിറ്റിങ് വരുന്നത്. സോ അവിടെ നിങ്ങൾ ഈ ഒരു 20 മാർക്ക്, അതായത് കണക്കിൻ്റെ 20 മാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ 20 മാർക്കും നിങ്ങൾ മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാക്കി വെക്കുകയാണെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കും. അതായത് ഫസ്റ്റ് കടമ്പ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അത് യാതൊരു വിധ രീതിയിലുള്ള മാറ്റങ്ങളും ഇല്ല. പിന്നെ മലയാളം അല്ല, റീജിയണൽ ലാംഗ്വേജ്, തമിഴാകാം, കന്നഡയാകാം, അതുപോലെ തന്നെ മലയാളമാകാം. അതിൽ 10 മാർക്കാണ്. കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്നത് മലയാളം തന്നെയാണ്. 10 മാർക്കാണുള്ളത്. ഞാൻ പറഞ്ഞിട്ടെ, ഈ കണക്ക്, ഇംഗ്ലീഷ്, മലയാളം 3ഉം പിന്നെ അല്പം നമുക്ക് ഹിസ്റ്ററിയിലോ മറ്റു കാര്യങ്ങളിലോ ഒരു കറണ്ട് അഫെയറിലോ ഒക്കെ നോളജ് ഉണ്ട് എങ്കിൽ നമുക്ക് ഡിഗ്രി പ്രിലിംസ് സെറ്റാണ്. പക്ഷെ അവിടെ പറ്റിപ്പോകുന്നൊരു കാര്യമുണ്ട്, മെയിൻസിന് ഇതേ സിലബസ് തന്നെയാണ് വരുന്നത്, ഇല്ലേ? അപ്പോൾ മെയിൻസിൽ സ്പെഷ്യൽ ടോപ്പിക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ വരും. സോ ഇങ്ങനത്തെ ഈസി ട്രിക്കിലേക്ക് പോകല്ല. കംപ്ലീറ്റ് സിലബസ് കവറേജ് പ്രിലിംസിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഇനി മെയിൻസിൻ്റെ സിലബസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ നോളജിൽ എന്തായാലും ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവിടെ കൃത്യമായി പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് കേരള ഗവൺ സിസ്റ്റം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം, ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, ആ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസ് സിസ്റ്റത്തെ പറ്റിയും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ പറ്റി കൃത്യമായി ബോധമുള്ള ഒരു ഉദ്യോഗാർത്ഥി ആയിരിക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ജനങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്
അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി. ഇവിടെയൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഡിഗ്രി ലെവൽ മെയിൻ എക്സാം ആണ്. നമ്മൾ മറ്റ് 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഫിസിക്സും കെമിസ്ട്രിയോ ലൈഫ് സയൻസോ പ്രിപ്പയർ ചെയ്താൽ പറ്റത്തില്ല. ഇൻ ഡെപ്ത് കാര്യങ്ങൾ നമ്മളവിടെ പരിശീലനം ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ്, കറണ്ട് അഫയേഴ്സ് 20 മാർക്കോളം കറണ്ട് അഫയേഴ്സ് വരും. അപ്പോൾ കറണ്ട് അഫയേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം. ഇനി ഇവിടെ പ്രധാനമായിട്ട് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നതായിരിക്കും. ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് എന്തായിരിക്കും സാർ? ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ പവറിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയെ പറ്റി, ആ ഡ്യൂട്ടിയുടെ നേച്ചറിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി പവറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസിനോടൊപ്പം തന്നെ ഒരു റേഞ്ച് ഓഫീസറായിട്ടിരിക്കുമ്പോൾ, ഒരു എക്സൈസ് ഇൻസ്പെക്ടറായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡ്യൂട്ടിയും ചുമതലകളും പഠിക്കണം. ഒരു റേഞ്ച് ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡ്യൂട്ടി ചുമതലകളും പഠിക്കണം. അതുപോലെ തന്നെ ഡിസ്റ്റിലറീസ്, വെയർ ഹൗസിനെ പറ്റിയുള്ള അത് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻചാർജ് ഓഫ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലകളെ പറ്റി പഠിക്കണം. അത്തരത്തിൽ 20 മാർക്കിനുള്ള ഒരു ചോദ്യങ്ങളായിരിക്കും വരുന്നത്. പിന്നെ നമുക്കറിയാം എന്തുകൊണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇല്ലേ, ഐ ടി നിന്നും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. പിന്നെ മിസലേനിയസ്, അതായത് നമ്മുടെ എന്തിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാം, ആൽക്കഹോളിസം, ഡ്രഗ്, അങ്ങനെയുള്ളതിൽ നിന്നുള്ളൊക്കെയുള്ള ചോദ്യങ്ങളും വരാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്തരത്തിൽ 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകും. സോ ഈ 20 മാർക്ക് ആണ് കൃത്യമായി നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. സോ ഇവിടെ ഒരു കാര്യമുണ്ട് സാർ, ഇതെല്ലാം ഞങ്ങൾ എവിടെ പഠിക്കും? ഇതിനെല്ലാത്തിനും വേണ്ടി നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടോ, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടോ, എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ടോ, സബ് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടിയിട്ടോ, SDCID എക്സാമിന് വേണ്ടിയിട്ടോ പ്രിപ്പയർ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങളുടെ പ്രിലിംസ് കം മെയിൻസിന് വേണ്ടി നമ്മളൊരു 5 കോഴ്സിലൂടെ 5 കോഴ്സിനും കൂടെ 5 പരീക്ഷയ്ക്ക് വേണ്ടി ഒറ്റ കോഴ്സിലൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ 5 പരീക്ഷകളാണ് ഒറ്റ കോഴ്സ് ഇല്ലേ. ഒറ്റ വെടിക്ക് 5 പക്ഷികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അത് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാനാണ്. ഞാൻ പറയാം, ഇത്രയും വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട് ഇല്ലേ സാർ. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഒരു ഗൈഡൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു കെട്ട് കണക്കിന് വലിയൊരു ഗൈഡ് തന്നെ കിട്ടും ഇല്ലേ. അപ്പോൾ അതുപോലെ എങ്ങനെ നമുക്ക് കവർ ചെയ്യണം എന്നുള്ളൊരു പ്രശ്നത്തിലിരിക്കുകയാണ് എങ്കിൽ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോടുകൂടി നമുക്ക് ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പം ഞങ്ങളുടെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും കാണുന്നത് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനിലൂടെയാണ്. ആ സ്റ്റഡി പ്ലാനിലൂടെ നമ്മുടെ ലൈവും റെക്കോർഡഡ് ക്ലാസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ പഠിച്ചു മാറാൻ വേണ്ടി പറ്റും. പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്ത് വേണം, ഒരു കൃത്യമായ ഒരു പരീക്ഷ ചെയ്ത് മാറണം. അതിനുവേണ്ടി ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയർ സെഷൻ. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഒരു ബേസിസ് അല്ലെങ്കിൽ നമുക്ക് റാങ്ക് നിർണ്ണയിക്കുന്ന എപ്പോഴും കറണ്ട് അഫെയർ ആണ് അല്ലേ. ഈ കറണ്ട് അഫെയർ കൃത്യമായി നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ 20 മാർക്കോളമൊക്കെ ചിലപ്പോൾ കറണ്ട് അഫെയർ മെയിൻ എക്സാമിന് വരുന്നുണ്ട്. മെയിൻ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 20 മാർക്കോളം കറണ്ട് അഫെയർ വരുന്നുണ്ട്. ആ കറണ്ട് അഫെയറുകളെല്ലാം ഇന്ന് മുതൽ ഇന്നൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ 2-3 മാസം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി കറണ്ട് അഫെയർ ബൂസ്റ്റർ സെഷനുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. സാർ എനിക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ചില സമയങ്ങളിലൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും പഠിക്കുന്നുണ്ടോ ഒന്ന് നോക്കാനും ഒക്കെ നിങ്ങൾക്ക് ഒരാളുണ്ട് എങ്കിൽ നിങ്ങളുടെ പഠനം കൃത്യമായിരിക്കും. നമ്മൾ കൊച്ചു ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നോക്കിയിട്ട് പറയും, എടാ നീ പഠിക്കുന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു മെൻറ്റർഷിപ്പിൻ്റെ ഗൈഡൻസോടുകൂടി ഇതിൽ ഡൗട്ടുകൾ വരുവാണെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് മെൻറ്ററിൻ്റെ സഹായം നേടാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ
ഇപ്പം നമ്മൾ ഇത്രയും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളെ കളിയാക്കും, ഇവനിപ്പോഴും PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ നമ്മളെ കളിയാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിലൊക്കെ പോകുമ്പോൾ നമുക്ക് മൈൻഡിൽ നമ്മൾ ഫുള്ളി ഡിപ്രസ്ഡ് ആയി പോകും, നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുള്ളവരൊക്കെ പറയും. പക്ഷെ അവിടെ നിന്ന് ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ, നിങ്ങൾ AIZBയിൽ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തകർക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു മോട്ടിവേഷൻ സെഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഈ മോട്ടിവേഷൻ സെഷനിലൂടെയും ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളിലൂടെയും അതുപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാനിലൂടെ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഒരു പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റും. എക്സൈസ് ഇൻസ്പെക്ടർ മാത്രമല്ല, ഏതൊരാളും ഈ പറയുന്ന ഈ 5 പരീക്ഷകളിലേക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും തന്നെ. അങ്ങനെയെങ്കിൽ ഈ 5 പരീക്ഷയിലും 5 അപ്പോയിൻമെൻറ്റ് ഓർഡറോടും നിങ്ങൾ നേടുന്ന ഒരു ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുടെ ബാച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമിനെ വിളിക്കുക. ടീമിനെ വിളിക്കേണ്ട നമ്പറെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 5 അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും മറക്കണ്ട, ഇന്ന് തന്നെ വിളിക്കുക, ഇന്ന് തന്നെ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുക, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നല്ല നല്ല സ്വപ്നങ്ങൾ കാണൂ. ഇന്നത്തേക്ക് ബൈ ബൈ പറയാണ്. അടുത്ത ദിവസം കാണാം കേട്ടോ.